പൂവ് ഉതിർന്നു പോകും, അതുപോലെ പുല്ല് വാടിപ്പോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. സഹോദരങ്ങളെ, കൂപ്പയോടെ ഞാനൊരു കാര്യം പറയാം. ജീവിക്കുവാണെങ്കിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുക, മറ്റൊരു വഴിയിൽ പോകരുത്. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം ബബിളാണ്. നാളെ അത് ബേഴ്സ്റ്റ് ചെയ്യും, പൊട്ടിയും, പിന്നെ ഇല്ല, ഒന്നുമില്ല. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാൻ പോവുകയാണ്, കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ പോവുകയാണ്. ഈ ദിവസം നമുക്ക് കർത്താവിന് നന്ദി പറയാം. സ്പെഷ്യലി നമ്മുടെ ലൈഫിൽ ഓരോ ചുവടുകളും എടുക്കുവാനുള്ള ആ കൃപ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലൈഫിനെ കർത്താവ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹീസ് ബിൽഡിങ് അസ് ബ്ലോക്ക് ബൈ ബ്ലോക്ക്, ബ്രിക്ക് ബൈ ബ്രിക്ക്. കർത്താവ് ഓരോ ചുവടുമായി നമ്മുടെ ലൈഫിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കർത്താവ് പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് കർത്താവ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചിലത് വെളിപ്പാടാണ്, ചിലത് നമ്മുടെ ലൈഫിലേക്ക് വേണ്ടിയുള്ള ചില ദൂതുകളാണ്, ചിലത് നമ്മുടെ ലൈഫിലേക്ക് വേണ്ടിയുള്ള ചില കണക്ഷൻസാണ്. പല രീതിയിലാണ് കർത്താവ് നമ്മുടെ ലൈഫിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നും നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ ലൈഫിൽ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ്, ആ കർത്താവിൻ്റെ പണിയെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ഒരു പുഷ് കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലും ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ വെൽവിഷറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കീ സ്പോൺസറാണ് ഉള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികമായി, ആത്മീകമായി, കർത്താവെ ശാരീരികമായി എല്ലാ മേഖലകളിലും ദൈവമേ ഒരു സൗഖ്യം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യത്തിൻ്റെ ശക്തി കർത്താവെ that it pierce through their body, soul and spirit. കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ ഒരു വിശാലത ഈ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും കാണുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ അത് ഉദിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, താങ്ക് യു ലോർഡ്. ലെറ്റ് ദ സൺ ഓഫ് ഗോഡ് ഷൈൻ അപ്പോൺ ദെയർ ലൈഫ്സ്. കർത്താവ്, ഇവരുടെ ലൈഫിൽ ഒരു വലിയ ദൈവപ്രസാദത്തിൻ്റെ ഒരു വാതിൽ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മിനിസ്ട്രി ആൻഡ് പാർട്ട്ണറിങ് വിത്ത് അസ്. ഇതുപോലെ നിങ്ങൾക്കും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേരം നമുക്ക് ശ്രീകാര്യത്തിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ശ്രീകാര്യത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ആ ഒരു പട്ടണത്തിൻ്റെ ആ ഒരു ഭാഗത്ത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ഇന്നത്തെ മീറ്റിങ്ങിലൂടെ കർത്താവ് അവിടെ അതിശക്തമായ ഒരു പ്രവൃത്തി ആരംഭിക്കുകയാണ്. സോ ആ ഭാഗത്തുള്ള വ്യക്തികൾ, കഴക്കൂട്ടം, ശ്രീകാര്യം, ആ ഭാഗത്തുള്ള വ്യക്തികൾ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ തന്നെ ഈ മാസത്തിൻ്റെ അവസാനത്തെ ചില ദിവസങ്ങളിൽ നമുക്ക് UAE മീറ്റിംഗ്സ് ഉണ്ട്. അതിലേക്ക് വന്നു ചേരുക. മിറക്കിൾ നൈറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദുബായ്. സോ അതിലേക്ക് വന്നു ചേരാൻ സാധിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സ്പർശം അനുഭവിക്കുവാൻ ഒരുങ്ങൂ. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ 2026 ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെ തിരുവനന്തപുരം ശ്രീകാര്യം വികാസ് നഗർ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാസ്റ്റർ ഡാമിയൻ ആൻ്റണിയും പാസ്റ്റർ ഷെമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹ പ്രാർത്ഥന, രോഗസൗഖ്യ ശുശ്രൂഷ, ശക്തമായ ദൈവവചന സന്ദേശം. വെൽക്കം ബാക്ക്. ഈ മാസം സൂപ്പർ നാച്ചുറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ മാസമാണ്. ഇന്ന് ജൂൺ 12 ഫ്രൈഡേ ആണ്, ജൂൺ 12 വെള്ളിയാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ നോക്കുക. ആ പേജ് തുറന്നു വയ്ക്കുക. അവിടെ എഴുതിയിട്ടുണ്ട് പ്ലാന്റഡ് ബൈ ഗോഡ്. ദൈവത്താൽ നട്ടത്, അല്ലെങ്കിൽ ദൈവത്താൽ നടപ്പെട്ടത്. എങ്ങനെയെന്ന് വെച്ചാൽ അത് ഇപ്പോൾ തന്നെ ലൈവായി കാണുന്നവർ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഇതിനുശേഷം റീപ്ലേ കാണുന്നവരും ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ അറ്റൻഡൻസായി കണക്കാക്കപ്പെടുന്നു. മത്തായി സുവിശേഷം 15:13, മാത്യു 15 and verse number 13. Every plant my heavenly Father has not planted will be pulled up by the roots. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത വൃക്ഷം ഒക്കെയും വേരോടെ പിഴുതുപോകും. ഡെക്ലറേഷൻ നോക്കുക. ഐ ആം എ പ്ലാന്റിംഗ് ഓഫ് ദ ലോർഡ്.
ഞാൻ കർത്താവ് നട്ട ഒരു വൃക്ഷമാണ്. മൈ ലൈഫ് കനോട്ട് ബി അപ്രൂട്ടഡ് ബൈ സർക്കംസ്റ്റൻസസ് ഓർ ഓപ്പോസിഷൻ. എൻ്റെ ജീവിതം സാഹചര്യം കൊണ്ടോ എതിർപ്പുകൾ കൊണ്ടോ പിഴുതെടുക്കുവാൻ സാധ്യമല്ല. എൻ്റെ ജീവിതത്തെ പിഴുതെടുക്കുവാൻ സാധ്യമല്ല. അതേ പേജിൽ തന്നെ, ജൂൺ 12 പേജിൽ തന്നെ ബൈബിൾ റീഡിംഗ് പ്ലാൻ കിടപ്പുണ്ട്. അതൊന്ന് നോക്കുക, അതിനനുസരിച്ച് വായിച്ച് ടിക്ക് ചെയ്യുക. പ്ലാന്റഡ് ബൈ ഗോഡ്, ദൈവം നട്ട, ദൈവത്താൽ നടപ്പെട്ടത് എന്നതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. നമ്പർ 1, വാട്ട് ഗോഡ് പ്ലാൻസ് ക്യാരീസ് ഡിവൈൻ പർപ്പസ്. ദൈവം നട്ടതാണെങ്കിൽ ഒരു ദൈവിക ഉദ്ദേശം അതിനകത്തുണ്ട്. ദൈവം നട്ടതിന് എല്ലാം ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ജീസസ് സ്പോക്ക് അബൌട്ട് പ്ലാൻസ് ദ ഫാദർ ഹിംസെൽഫ് ഹാസ് പ്ലാന്റഡ്. കർത്താവ് ഇവിടെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ എൻ്റെ പിതാവ് നട്ട, അല്ലെങ്കിൽ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവ് നട്ട വൃക്ഷങ്ങൾ ഉണ്ട്. വെൻ ഗോഡ് പ്ലാൻസ് സംതിങ് ഇറ്റ് ഈസ് ഇൻറ്റൻഷണൽ. അപ്പോൾ ദൈവം നട്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് നടാൻ. ഒരു കൃഷിക്കാരൻ വിവിധ രീതിയിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്. റബ്ബർ മരമാണെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്, തെങ്ങാണ് വെക്കുന്നതെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്, മാവ് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, പ്ലാവ് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, റംബൂട്ടാൻ്റെ ഒരു വൃക്ഷമാണെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്, അതിനൊരു പേർപ്പസ് ഉണ്ട്. ഇന്ന കാര്യത്തിന് വേണ്ടി തണൽ മരമാണ് വെച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ ഫ്രൂട്ടല്ല അവിടെ നോക്കുന്നത്, തണൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. മാഞ്ചിയം കൃഷി, ഇതെല്ലാം അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ദൈവം നട്ട വൃക്ഷങ്ങളുടെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഗോഡ് പ്ലാൻസ്. ദൈവം നടുന്ന എന്തൊക്കെയാണ്? ലൈവ്സ്, ജീവിതങ്ങളെ, കോളിങ്സ്, അവർക്കുള്ള വിളി, മിനിസ്ട്രീസ്, ചില ശുശ്രൂഷകളെ ദൈവമായിട്ട് തന്നെ നടും. റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ, സീസൺസ്, അസൈൻമെൻറ്റ്സ്, ഇതെല്ലാം ദൈവമായിട്ട് പ്ലാൻ ചെയ്യും. 92-ാം സങ്കീർത്തനം 13-ാമത്തെ വചനം പറയുന്നത്, പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ദേ വിൽ ഫ്ലറിഷ്. അവൻ്റെ പ്രാകാരങ്ങളിൽ നട്ട വൃക്ഷങ്ങളായി അവ തഴയ്ക്കും. പ്രാകാരങ്ങളിൽ തഴയ്ക്കും. യിരെമ്യാവിൻ്റെ പുസ്തകം 24:6 നമ്മൾ കാണുന്നത്, ഐ വിൽ പ്ലാൻ ദം ആൻഡ് നോട്ട് അപ്രൂവ് ദം. ഞാൻ അവരെ നടും, പിഴുതെടുക്കുകയുമില്ല, പറിച്ച് കളയുകയുമില്ല. ദൈവം നടുകയാണെങ്കിൽ അതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്, പരിപാലനമുണ്ട്, പരിരക്ഷണമുണ്ട്. എക്ലീസിയാസ്റ്റസ് 3:2 സഭാപ്രസംഗം 3-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുന്നത്, there is a time to plant. നടുവാനൊരു കാലം. യു ആർ നോട്ട് റാൻഡം ഇൻ ഗോഡ്സ് പ്ലാൻ. അപ്പം പലരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാത്തിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ജനിച്ചു, ജീവിക്കുന്നു, എങ്ങോട്ടോ പോകുന്നു. എന്നാൽ ദൈവമാണ് നട്ടതെങ്കിൽ, ദൈവത്തിൻ്റെ വിളിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിനായി സമർപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ, യു ആർ നോട്ട് റാൻഡം ഇൻ ഗോഡ്സ് പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങൾ ഒരിക്കലും കൂട്ടത്തിലങ്ങ് റാൻഡമായിട്ട് അങ്ങ് വളരുകയല്ല ചെയ്യുന്നത്. ശരിയായ ഒരു തോട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ ഒരു ചെടികളോ വൃക്ഷമോ നടുന്ന സമയത്ത് വളരെ കൃത്യമായി വെൽ ഓർഗനൈസ്ഡായിട്ട് ചെയ്യുന്ന കൃഷിക്കാരുണ്ട്. അവർ ചെയ്യുന്നത് ഇത്ര അകലം വെച്ച് ഓരോ തൈകൾ നട്ട്, ചിലപ്പോൾ അതിന് മുകളിൽ പ്രത്യേകം ഒരു നെറ്റൊക്കെ കെട്ടി അതിനെ പരിപാലിച്ച് വളർത്തിയെടുത്തെല്ലാം കഴിയുമ്പോൾ ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ദൈവമാണല്ലോ ഏറ്റവും വലിയ തോട്ടക്കാരൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ മുറിച്ചു കളയും, കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു, പ്രൂൺ ചെയ്യുന്നു. ഈ അനാലജി എല്ലാം അവിടെ കർത്താവ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോഡ് പ്ലാൻസ് വിത്ത് വിസ്ഡം ആൻഡ് പർപ്പസ്. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ ജ്ഞാനത്തോടെ വളരെ കൃത്യതയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് നടന്നത്.
നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ ഒരു മതിപ്പ് അത് പലപ്പോഴും നമുക്ക് വളരെ കുറവായിരിക്കും. സെൽഫ് വർത്ത് ചിലപ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. അങ്ങനെ ഭയങ്കര അഹങ്കാരികളും വേറെ ചില ലൈനിലോട്ടൊക്കെ ആളുകൾ പോവും. എന്നാൽ സാധാരണ നമുക്ക് സെൽഫ് വർത്ത് കുറവായിരിക്കും. എന്നെക്കൊണ്ടൊന്നും പറ്റും, എന്നെക്കൊണ്ട് കഴിയും, ഞാനൊരു സാധാരണ മനുഷ്യൻ, ഗ്രാമത്തിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു, എനിക്ക് വിദ്യാഭ്യാസം, എൻ്റെ കയ്യിൽ കാശില്ല, പണത്തിൻ്റെ ഹുങ്ക് കാണിക്കാൻ എനിക്കറിയില്ല, എനിക്കൊന്നുമില്ല, ഞാനിങ്ങനെ ജീവിച്ച് പോകുന്നു. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലാണെങ്കിൽ ദൈവം ആയിരിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, ഐ എം ഇൻ എ റോങ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഇവിടെ അല്ല, നല്ല വേറെ വല്ല നാട്ടിലായിരുന്നെങ്കിൽ, ഒരു തെറ്റായൊരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലരെ പറിച്ചു മാറ്റാറുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അബ്രഹാമിനെ കൽദയ ദേശത്തെ ഊരിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന രംഗമൊക്കെ നമുക്കറിയാം. പലരെയും പറിച്ചു നടും. എന്നാൽ നോർമലി ഇതൊന്നുമല്ല വിഷയം. ദൈവം ഓരോ വ്യക്തികളെയും അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 24 മുതൽ വായിക്കുമ്പോൾ ഓരോ മനുഷ്യന് വേണ്ടിയും ദൈവം ജനിക്കുന്ന സമയം, അതിന് അതിരുകളും കാലങ്ങളും എല്ലാം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് എല്ലാ മനുഷ്യരെയും ദൈവം ഉണ്ടാക്കിയത്. മാത്രമല്ല, ഓരോ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഓരോ വ്യക്തിയും ജനിക്കുന്ന സമയം, ഏത് മാതാപിതാക്കളിൽ നിന്ന് ജനിക്കണം, ഏത് കുലത്തിൽ വംശത്തിൽ ജനിക്കും, ഇതെല്ലാം നേരത്തെ തന്നെ കർത്താവ് കണ്ടിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ പ്രകാരമാണ് ജനിച്ച് ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവ ജ്ഞാനത്തോടെ ഉദ്ദേശത്തോടെ കർത്താവ് ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിൽ നടുകയാണ്. ഒരു കോളനിയിൽ, അല്ലെങ്കിൽ ഒരു പട്ടണത്തിൽ, ഏതെങ്കിലും ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയിൽ ഒക്കെ കർത്താവ് ഓരോരുത്തരെ നട്ടിട്ടുണ്ട്. സോ നമ്പർ 2, ഡീപ്പ് റൂട്ട്സ് ക്രിയേറ്റ് ലാസ്റ്റിംഗ് ഗ്രോത്ത്. ആഴത്തിലുള്ള വേരുകളാണ് നിലനിൽക്കുന്ന വളർച്ച ഉണ്ടാക്കുന്നത്. ആഴത്തിലുള്ള വേരുകൾ. സോ എനിത്തിങ് പ്ലാന്റഡ് മസ്റ്റ് ഡെവലപ്പ് റൂട്ട്സ് ബിഫോർ ഫ്രൂട്ട്. ഏത് വൃക്ഷം നട്ടാലും ഫലത്തിന് മുമ്പ് റൂട്ട്സാണ് ഉണ്ടാകേണ്ടത്. ഫ്രൂട്ടിന് മുമ്പ് റൂട്ട് ഉണ്ടാകണം. ഫലം കായ്ക്കുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാകേണ്ടത് വേരുകളാണ്. അതിൽ തന്നെ ആ വേരുകൾ എങ്ങനെയുള്ളതായിരിക്കണം? വളരെയധികം ആഴത്തിലേക്ക് പോകുന്നതായിരിക്കണം. ഇൻവിസിബിൾ സീസൺസ് ഓഫ്റ്റൻ പ്രിപ്പയർ വിസിബിൾ ഫ്രൂട്ട്ഫുൾനെസ്. നമുക്ക് കാണാൻ കഴിയാത്ത ചില കാലങ്ങളിലൂടെ, അല്ലേ, ഈ സീസണൽ ഫ്രൂട്ട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓരോ സീസൺ അതിൻ്റെതായ ഫ്രൂട്ടുകൾ ഇങ്ങനെ ഉണ്ടായി വരും. അപ്പോൾ ഇൻവിസിബിൾ സീസൺസ് ഓഫ്റ്റൻ പ്രിപ്പയർ വിസിബിൾ ഫ്രൂട്ട്ഫുൾനെസ്. ഇങ്ങനെ അദൃശ്യമായി വന്നെത്തുന്ന ഈ കാലാവസ്ഥകളും സീസണുകളാണ് പലപ്പോഴും കാണുന്ന ഫ്രൂട്ടുകളെ ഉണ്ടാക്കിയെടുക്കുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം 17:8 പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് സെൻസ് ഔട്ട് റൂട്ട്സ് ബൈ ദ സ്ട്രീം. ആറ്റരികത്ത് നട്ടിരിക്കുന്ന ആ വൃക്ഷത്തിൽ നിന്നും അത് ആഴങ്ങളിലേക്ക് അതിൻ്റെ വേരുകൾ ഇറങ്ങുകയാണ്. വേരുകൾ താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ്. കൊലോസ്യർ 2:7 പറയുന്നു, റൂട്ടഡ് ആൻഡ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം. ക്രിസ്തുവിൽ വേരൂന്നി വളരുകയും പണിയപ്പെടുകയും ചെയ്യുക. ഹോശയ ചാപ്റ്റർ 14 verse number 5 and 6. ഹോശയ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ്. 14-ാം അധ്യായത്തിൻ്റെ 5-6 വചനങ്ങളിൽ കാണുന്നത് ഇസ്രായേൽ വിൽ ടേക്ക് റൂട്ട് ആൻഡ് ബ്ലോസം. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഒരു സ്ഥലത്ത് വേരിറങ്ങി പുഷ്പിക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഇസ്രായേൽ ഒരു ഡയസ്പോറ സംഭവിച്ചിട്ട് ലോക രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി. പോയ സ്ഥലങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും അവരെ ലക്ഷങ്ങളായി കൊന്നുമുടിച്ചു. ആൻറ്റിസെമിറ്റിസം എന്നൊരു പ്രതിഭാസം, പിശാചുണ്ടാക്കിയൊരു പ്രതിഭാസത്തിലൂടെ യഹൂദരെ, ദൈവം തനിക്കായി വേർതിരിച്ച ജനത്തെ ലക്ഷക്കണക്കിന് പേരെ കൊന്നൊടുക്കി. എന്നിട്ടും ഇതെല്ലാം അതിജീവിച്ച് സ്വന്തം നാട്ടിൽ അവർ തിരിച്ചു വന്ന് ഇസ്രായേലിൽ അവർ വേരിറങ്ങി അവരെ പുഷ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇസ്രായേൽ എന്നും ലോകവാർത്തയായിട്ട് നിൽക്കുന്നത്. അതുകൂടാതെ എനിക്ക് അറിയാവുന്നതനുസരിച്ച് ഇസ്രായേൽ ഒത്തിരി, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ്
ഫ്ലവർ എക്സ്പോർട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഈ മരുഭൂമിയിൽ ഉണ്ടാക്കുന്ന പുഷ്പങ്ങൾ അത്രയുമാണ്. അത്രയും അവർ കൃഷിയിലൊക്കെ അഡ്വാൻസ് ചെയ്തു, ടെക്നോളജിയിൽ അഡ്വാൻസ് ചെയ്തു. ഈ വളരെ ശക്തിയുള്ള വേരുകൾ ഉണ്ടെങ്കിൽ അതാണ് പോഷകങ്ങളെ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നത്. കൂടാതെ അങ്ങനെ ആഴത്തിലിറങ്ങിയ വേരുകളുണ്ടെങ്കിൽ വരണ്ട കാലത്ത് പോലും പിടിച്ചു നിൽക്കും. മഴയില്ല, ഇതൊന്നും ഇല്ലെങ്കിലും വേരുകൾ താഴേക്ക് ഇറങ്ങി ഭൂമിക്കടിയിൽ ഭൗമാന്തർ ഭാഗത്തുള്ള വെള്ളം എവിടെയാണ് അവിടെ വരെ വേരുകൾ തേടിപ്പോയി വെള്ളവും വളവും മുകളിലേക്ക് എത്തിച്ച് അത് വളർന്നുകൊണ്ടിരിക്കും. വരൾച്ചയെ അത് പേടിക്കുകയില്ല. എന്ന് മാത്രമല്ല, ഇറ്റ് വിൽ ക്രിയേറ്റ് സ്റ്റെബിലിറ്റി. അത് ഉറച്ചു നിൽക്കുകയാണ് ഈ വേരുള്ളത് കൊണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുന്ന, ഈ പോഡ്കാസ്റ്റ് കേട്ടോണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള ശക്തിയേറിയ സന്ദേശം. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ശക്തിയേറിയ സന്ദേശം. നിങ്ങൾ പണ്ടൊക്കെ വളരെ ഇങ്ങനെ ആടി ഉലഞ്ഞു വല്ലാത്ത രീതിയിലായിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല. വേരൂന്നി നിൽക്കുന്ന ഉറപ്പുള്ള കുലുങ്ങാത്തൊരു വൃക്ഷമായി ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ പണിയുകയാണ്. ഈ ജൂൺ മാസത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കൈകൾ ഉയർത്തി നന്ദി പറയുക. കമൻറ്റ് സെക്ഷനിലൊക്കെ താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ് ടൈപ്പ് ചെയ്തിടുക. മുന്തിരിത്തോട്ടങ്ങൾ പിടിപ്പിക്കുന്ന കൃഷിക്കാർ, അല്ലെങ്കിൽ ഈ വിനിയറ്റ്സ്, മുന്തിരിത്തോപ്പുകൾ ഉണ്ടാക്കി മുന്തിരി എടുക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്ന കൃഷിക്കാർ, അവർ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ, കർത്താവ് തന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ, യോഹന്നാൻ 15 പറഞ്ഞിരിക്കുന്ന പോലെ, ശരിക്കും ഫ്രൂട്ട്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കും. പല കൊമ്പുകളെല്ലാം ഇങ്ങനെ വെട്ടി കളയും. ഇതിങ്ങനെ വരുന്ന സമയത്ത് താഴത്തെ റൂട്ട് സിസ്റ്റം വീണ്ടും സ്ട്രോങ് ആവും. പിന്നെ വരുന്നതിൽ നിന്നും ഫലം പുറപ്പെടാൻ തുടങ്ങും. അങ്ങനെ പ്രൂണിങ് നടത്തിക്കൊണ്ടേയിരിക്കും. സോ ഹെൽത്തി ഗ്രോത്ത് ഓഫ്റ്റൻ ബിഗിൻസ് അണ്ടർഗ്രൗണ്ട്. ശരിയായ ആരോഗ്യത്തോടു കൂടിയ ഒരു വളർച്ച ഒരു വൃക്ഷത്തിനോ ചെടിക്കോ സസ്യത്തിനോ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഭൂമിക്കടിയിൽ നിന്നാണ് ഈ വളർച്ച ഉണ്ടാകുന്നത്, അതല്ലാതെ പുറത്തു നിന്നല്ല. പല കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അദൃശ്യമായ ഒരു മണ്ഡലത്തിലാണ് നടക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ അത് നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ സാധ്യമല്ല. അത് ആത്മമണ്ഡലത്തിൽ ആ അനുഗ്രഹം സ്പിരിറ്റിൽ വന്ന് ഡെപ്പോസിറ്റായി കിടക്കുകയാണ്. ഇതാണ് കാണാവുന്ന രീതിയിൽ, വിസിബിൾ രീതിയിൽ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഒരാൾ ശാപം പേറുകയാണെങ്കിൽ, ശപിക്കപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് ആ വ്യക്തി ജീവിക്കുന്നത്, അതിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ എത്രയൊക്കെ അധ്വാനിച്ചാലും ഒരു അനുഗ്രഹം പുറത്ത് വരികയുമില്ല. സോ ഇൻവിസിബിളായി പല സ്പിരിച്വൽ റൂട്ട്സ് കിടപ്പുണ്ട്. ചില കുടുംബങ്ങളിലൊക്കെ വല്ല പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഇത് ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, വ്യക്തമായി മനസ്സിലാക്കുക. ചില കുടുംബങ്ങളിലെ വിഷയങ്ങൾ എന്ന് പറയുന്നത്, ചില സഭകളിലൊക്കെ കൂട്ടായ്മകളിലൊക്കെ നിന്നിട്ട് ദൈവദാസനെതിരെ, കുടുംബത്തിനെതിരെയൊക്കെ പ്രവർത്തിക്കുക, ദൈവമക്കൾക്കെതിരെ പ്രവർത്തിക്കുക, പലരും സുവിശേഷകരെ, പാസ്റ്റേഴ്സിനൊക്കെ നിന്ദിക്കുക, അങ്ങനെയുള്ള വീഡിയോകൾ ഇറക്കുക, വീഡിയോകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിൽ സഭകളെ കുറ്റം പറയുന്ന, ശുശ്രൂഷകരെ കുറ്റം പറയുന്ന വീഡിയോകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. സംഭവിക്കുന്നവരുടെ സ്പിരിറ്റിലേക്ക് ഒരു പ്രത്യേകമായ ശാപം വന്ന് ഡെപ്പോസിറ്റ് ആവും. പിന്നെ അതിന് ശേഷം അത് റിഫ്ലക്റ്റ് ആകുന്നത് പല തരത്തിലുള്ള കെടുതികളും അത് തലമുറകളിലേക്ക് വരെ പോകാം. അതുകൊണ്ടാണ് ദാവീദ് വളരെ ദൈവഭയമുള്ളൊരു വ്യക്തിയായിരുന്നു. തൻ്റെ മുമ്പ് രാജാവായിരുന്ന ശൗൽ തൻ്റെ ഫാദറിലോ കൂടിയാണ്. അദ്ദേഹമാണ് ഭയങ്കര തലയെടുപ്പുള്ള ഭയങ്കര മനുഷ്യനായിരുന്നു, അഭിഷിക്തനാണ്. പക്ഷേ തന്നെ കൊല്ലുവാൻ വേണ്ടി അനേക പ്രാവശ്യം കരുക്കൾ നീക്കി കൊല്ലുവാൻ വേണ്ടി കുന്തവുമായൊക്കെ വന്ന പിശാച് ബാധിച്ച ഒരു അഭിഷിക്തൻ എന്ന് പറയാമോന്നറിയില്ല. ദൈവത്താൽ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവത്താൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെ സഹികെട്ടിട്ട് ദൈവം വാഴിച്ചു കൊടുത്തതാണ്. ഈ ശൗല് ഏതായാലും അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. കാരണം ശമൂവേൽ വന്ന് തൻ്റെ തലയിൽ തൈലക്കൊമ്പിൽ നിന്നും തൈലമൊഴിച്ച് അഭിഷേകം ചെയ്ത് രാജാവാക്കിയവനാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എന്തൊക്കെ അവസരമുണ്ടെങ്കിലും ശരി, ഞാൻ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയില്ല, ഞാൻ അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയില്ല, അദ്ദേഹത്തെ കൊല്ലുകയില്ല, അദ്ദേഹത്തിനെതിരെ കൈയെടുക്കുക പോലും ചെയ്യില്ല. ഇതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടത്.
ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. അഭിഷിക്തന്മാർക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ ഉള്ളിൽ ചിന്തിക്കുകയോ സംസാരിക്കുകയോ വീഡിയോകൾ ഇറക്കുകയോ അങ്ങനെയുള്ള വീഡിയോകൾ കാണുകയോ ചെയ്യരുത്. നമ്മളറിയാതെ അദൃശ്യമായ മണ്ഡലത്തിൽ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ഡിസ്പ്ലഷർ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സ്പർശം അനുഭവിക്കുവാൻ ഒരുങ്ങൂ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ 2026 ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെ തിരുവനന്തപുരം ശ്രീകാര്യം വികാസ് നഗർ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാസ്റ്റർ ഡാമിയൻ ആൻ്റണിയും പാസ്റ്റർ ഷെമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹ പ്രാർത്ഥന, രോഗസൗഖ്യ ശുശ്രൂഷ, ശക്തമായ ദൈവവചന സന്ദേശം. ദൈവത്തിന് ഇതിൽ പ്രസാദമില്ല. കാരണം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്നത് വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. എങ്ങനെ വിധിക്കാൻ വേണ്ടി എന്ത് നിങ്ങൾ അളവുകോൽ ഉപയോഗിക്കുന്നു, അതിനാൽ നിങ്ങളും വിധിക്കപ്പെടും. അതുകൊണ്ട് ദൈവഭയത്തോടെ ജീവിക്കണം. ഇതൊക്കെ പറയാൻ കാരണം ഫലം കായ്ക്കണമെങ്കിൽ ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. നമ്പർ 3, നോട്ട് എവറിത്തിങ് ദാറ്റ് ഗ്രോസ് ഈസ് ഗോഡ് പ്ലാന്റഡ്. വളരുന്ന എല്ലാ വൃക്ഷങ്ങളും ദൈവത്താൽ നട്ടത് അല്ല, ദൈവം നട്ടതല്ല. ജീസസ് വാണ്ട് ദാറ്റ് സം പ്ലാന്റ്സ് വുഡ് ഇവൻച്വലി ബി അപ്രൂട്ടഡ്. കാരണം കർത്താവ് മുന്നറിയിപ്പായി പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, ചില വൃക്ഷങ്ങളെ നിലനിൽക്കില്ല, പിഴുതുകളെ. എന്നാൽ കർത്താവ് നട്ടതൊന്നും പിഴുതെടുക്കാൻ സാധ്യവുമല്ല. വളരുന്നു എന്നതുകൊണ്ട് അത് ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതാണ് അല്ലെങ്കിൽ ദൈവം നട്ടതാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. പലതും വളരും, വിളയും വളരും, കളയും വളരും. പക്ഷേ കള ഒരു ദിവസം പിഴുതെടുത്ത് തീയിലിടുവാനുള്ളതാണെന്നുള്ളത് മറക്കരുത്. അതിൻ്റെ അന്ത്യമാണ് നമ്മൾ നോക്കേണ്ടത്, ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത്. സോ ചില സമയത്ത് വളരെ സക്സസ്ഫുൾ എന്ന് തോന്നുന്ന പലതും അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പലപ്പോഴും അഹങ്കാരമാകാം, തന്നെത്താനുള്ളതാകാം, ഡിസെപ്ഷനാകാം. ചില ആളുകളുണ്ട്, ആളുകളെ വഞ്ചിച്ചാണ്, ചതിച്ചാണ് ജീവിക്കുന്നത്. പലരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു, തിരിച്ചു കൊടുക്കാതിരിക്കുന്നു, അതവരുടെ സ്വന്തമാക്കുന്നു, കള്ളക്കണക്കുണ്ടാക്കുന്നു. ഇങ്ങനെ ചതിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവരും ചിലപ്പോൾ കാറുകൾ മേടിക്കും, അവരും ചിലപ്പോൾ വീട് വയ്ക്കും, അവരും നന്നായെന്ന് വിചാരിക്കും. കാണുമ്പോൾ കാഴ്ചയിൽ അവരും വളരുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അടിസ്ഥാനമില്ല, ശരിയായ വേരില്ല. അവരുടെ വേരുകൾ വിഷത്തിൻ്റെ വേരുകളാണ്. അകത്ത് തെറ്റായ മോട്ടീവ്സോടുകൂടെ, ഉദ്ദേശ്യത്തോടുകൂടെ ചെയ്യുന്നവരുണ്ട്. മാനുഷികമായ സ്വാർത്ഥതയുള്ള ആഗ്രഹത്തോടുകൂടി, അഭിലാഷത്തോടുകൂടി പലതും ചെയ്യുന്നു. ഇവരൊക്കെ വളരുന്നതായിട്ട് തോന്നും. എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അറിയാം, ഇതൊക്കെ പിഴുതുപോകും, ദൈവം നട്ടതേ നിലനിൽക്കുകയുള്ളൂ. സദൃശവാക്യങ്ങൾ 14-12. There is a way that seems right. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ശരിയായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനം മരണമാകാം. മത്തായി 7:17 എവ്രി ഗുഡ് ട്രീ ബെയർസ് ഗുഡ് ഫ്രൂട്ട്. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. 127-ാം സങ്കീർത്തനം 1-ാമത്തെ വചനത്തിൽ അൺലെസ് ദ ലോർഡ് ബിൽഡ്സ് ദ ഹൗസ്, കർത്താവ് പണിയുന്നില്ലെങ്കിൽ. വാട്ട് ഈസ് റൂട്ടഡ് റോങ്ലി കനോട്ട് എൻജോയ് ഫോർ എവർ. തെറ്റായ രീതിയിൽ വേരിറങ്ങി നിൽക്കുന്നതെല്ലാം അത് എക്കാലവും നിലനിൽക്കില്ല. അതിനെ അപ്രൂട്ട് ചെയ്യുന്നൊരു സമയം വരും. മനുഷ്യർ പുറമേ ഉള്ളതാണ് കാണുന്നത്, അതിൻ്റെ അകമയുള്ളത് പലപ്പോഴും മനുഷ്യന് കാണാൻ സാധ്യമല്ല. വളരെ ഇംപ്രസീവായി കാണുന്ന പലതും ദൈവത്തിൽ നിന്നാകണമെന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ചൈനയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇറങ്ങുന്നുണ്ട്. റോസ്, വാവ്, ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുന്ന, ഒറിജിനലിനെ വെല്ലുന്ന റോസ് ഫ്ലവേഴ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലെ ജമന്തിപ്പൂവോ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവോ അല്ലെങ്കിൽ മുല്ല, ജാസ്മിൻ, ഇതുപോലെ പലതും നല്ല കാണാൻ ഭംഗിയുള്ള അപ്പിയറൻസിൽ ഒറിജിനലിനേക്കാൾ ഇപ്പോൾ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോയിലൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഒന്നെടുത്ത് മണത്ത് നോക്കിയാലോ, നത്തിങ്. ഇനി അടുത്തത്, അതിൻ്റെ ലൈഫുണ്ടോ? ദർ ഇസ് നോ ലൈഫ്. ഈ പുഷ്പങ്ങളിൽ നിന്ന് കായ്കളുണ്ടാകുമോ, ഫ്രൂട്ട് ഉണ്ടാകുമോ? നോ.
അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ പലതും ഭയങ്കരമായിട്ടൊക്കെ തോന്നും. ഒത്തിരി കാശുണ്ടാക്കുന്നവർ, പേരെടുക്കുന്നവർ, പത്രമാധ്യമങ്ങളിൽ അടിച്ചു വരുന്നവർ, പ്രശസ്തിയോടെ നിൽക്കുന്നവരൊക്കെ നോക്കിയിട്ട് നമുക്ക് അസൂയ തോന്നും. നമുക്കിതൊന്നുമില്ലല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷെ ഓർക്കേണ്ടത്, ഇവരെല്ലാം അപ്രൂട്ട് ചെയ്തു പോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം വളരെ ശക്തമായി കർത്താവ് ഇടപെട്ടൊരു വചനഭാഗം ഏതാണ്ട് ഇങ്ങനെയാണ്: പൂവ് ഉതിർന്നു പോകും, അതുപോലെ പുല്ല് വാടിപ്പോകും, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. സഹോദരങ്ങളെ, കൂപ്പയോടെ ഞാനൊരു കാര്യം പറയാം. ജീവിക്കുവാണെങ്കിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. മറ്റൊരു വഴിയിൽ പോകരുത്. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം ബബിളാണ്. നാളെ അത് ബേഴ്സ്റ്റ് ചെയ്യും, പൊട്ടിയും, പിന്നെ ഇല്ല, ഒന്നുമില്ല. ഒരു ബബിൾ ബേഴ്സ്റ്റ് ചെയ്താൽ എന്ന് വെച്ചാൽ ഒരു കുമിള പൊട്ടിയാൽ എന്തുണ്ട് അവിടെ ബാക്കി? നത്തിങ്. അവിടെ ഒന്നുമില്ല. ഇനി അവിടെ ഒന്നുമില്ല. ഇതുപോലെയാണ് പലരും ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി 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 ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനപ്രകാരം മാത്രം തന്നെ ജീവിക്കണം. അപ്പിയറൻസ് അലോൺ ഈസ് നോട്ട് ലൈഫ്. ചുമ്മാ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല ജീവൻ അല്ലെങ്കിൽ ജീവിതം. നമ്പർ 4, God protects and sustains what he plants. ദൈവം നടുന്നതിനെ കർത്താവ് സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യും. ദൈവമാണ് നടുന്നതെങ്കിൽ. അതാണ് ഇവിടെ പറയുന്നത്, when God plants, he also watches over growth. ദൈവം നട്ടാൽ അതിൻ്റെ വളർച്ച നോക്കിക്കൊണ്ടേയിരിക്കും. കാരണം വളരുമാറാക്കുന്ന ദൈവമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 27:3, I the Lord watch over it, I water it continually. കർത്താവായ ഞാനാണ് അതിനെ വീക്ഷിക്കുന്നത്, നിരീക്ഷിക്കുന്നത്, കാക്കുന്നത്. ഐ വാട്ടർ ഇറ്റ് കണ്ടിന്യൂലി. ഞാൻ നിരന്തരമായി അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. 1 Corinthians 3:6 ഞാൻ നേരത്തെ പറഞ്ഞത്. ഗോഡ് മേഡ് ഇറ്റ് ഗ്രോ. ദൈവമത്രേ വളരുമാറാക്കുന്നത്. ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ദൈവമത്രേ വളരുമാറാക്കുന്നത്. ദയവായി ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ദൈവത്തിന് മാത്രമേ നമ്മളെ വളർത്താൻ കഴിയൂ. മറ്റുള്ളവർ നമ്മളെ വളർത്തണമെന്നില്ല. ദൈവത്തിൽ നിന്ന് വളർച്ച പ്രതീക്ഷിച്ചാൽ മതി. 1 സങ്കീർത്തനം 3-ാമത്തെ വചനത്തിൽ, whatever they do prospers. അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. ശരിക്കും അവിടെ വരേണ്ട, അവർ ചെയ്യുന്നതൊക്കെ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഞാൻ ഒത്തിരി പേരും എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കാൻ പറയും. എന്നിട്ട് ആ കൈകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ കൈ കൊണ്ട് തൊടുന്നത് അനുഗ്രഹിക്കപ്പെട്ടെ. കാരണം കൈകളുടെ മേലൊരു അനുഗ്രഹം വന്നാൽ ചെയ്യുന്ന വർക്ക്, ജോലി, ശുശ്രൂഷ, ചെയ്യുന്ന കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഗ്രീൻ ഹൗസുകൾ കണ്ടിട്ടുണ്ടോ? ഈ ഗ്രീൻ ഹൗസുകളുടെ ഉള്ളിൽ അടിയിലാണ് കൊച്ചു കൊച്ചു ഔഷധികൾ പോലെ കൊച്ചു കൊച്ചു ചെടികളെല്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഗ്രീൻ ഹൗസ് തന്നെ ഒരു പ്രൊട്ടക്ഷനാണ്. പെട്ടെന്ന് വാടിപ്പോകാൻ, ഉഷ്ണം തട്ടുമ്പോൾ അത് വാടുകയില്ലെന്ന് പറയുന്നത്. ഇതുപോലെയാണ് ദൈവം നട്ടെങ്കിൽ അതിന് മുകളിലൊരു ഗ്രീൻ ഹൗസ് കർത്താവ് പണിതിട്ടുണ്ട്. അതിനുള്ളിലാണ് വളരുന്നത്. അതിനൊരു പ്രൊട്ടക്ഷനുണ്ട്, അതിനൊരു സസ്റ്റെയിനിങ് ഗ്രേസ് ഉണ്ട്. അതിനെ ഇറിഗേറ്റ് ചെയ്തുകൊണ്ട് അതിനെ കർത്താവ് തന്നെ വെള്ളമൊഴിച്ച് അതിനെ വളർത്തിയെടുക്കും. വാവ്! പ്രാർത്ഥിക്കട്ടെ, കൈനീട്ട്. കർത്താവേ, ഇന്ന് കേട്ട വചനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ പ്ലാന്റഡ് ആയിട്ടുള്ള, ദൈവം നട്ട വൃക്ഷങ്ങളോടാണല്ലോ ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കാനാണ് കണ്ണടയ്ക്കുന്നതെങ്കിലും പുകവലി ശീലത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ ആ അഡിക്ഷൻ വിട്ടുപോട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്ത ചിലർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ ആ മരണത്തിൻ്റെ ആത്മാവ് വിട്ടുപോട്ടെ, മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കരളിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ ഈ തൈറോയ്ഡ് ഗ്രന്ഥികൾക്ക് പ്രയാസമുള്ളവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹൈപ്പർ തൈറോയിഡ് ആയാലും ഹൈപ്പോ തൈറോയിഡ് ആയാലും വെറൈറ്റി ഏതായാലും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈനീട്ടും. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ എല്ലാവരും ബ്ലസ് ചെയ്തിരിക്കുന്നു. വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത് നിൽക്കുന്നവരെ കർത്താവ് കടാക്ഷിച്ച് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.